എടാ നിൽക്കൂ, സ്ക്രോൾ ചെയ്ത് പോകരുത്. നിങ്ങളൊന്ന് കേട്ടിട്ട് പോകും. ഞാൻ ഇവിടുത്തെ ഒരു കാര്യം ചോദിക്കുവാണ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരൻ, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കൂട്ടുകാരൻ, നിങ്ങൾക്ക് അവന്റെ ഒരു വിഷമം അറിയാം, അവനൊരു വിഷമം അനുഭവിക്കുന്നുള്ള കാര്യം അറിയാം. എന്നിട്ടും ആ സഹോദരൻ നിന്റെ അടുത്ത് വിഷമം പറഞ്ഞില്ല എങ്കിൽ നിന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും? നിനക്ക് വിഷമാവൂലേ? ആകും. നീ ആത്മാർത്ഥത സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് വിഷമാവും, ഉറപ്പാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നുണ്ട്, യഅലമു ഖായിനത്തൽ അഅ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. നിന്റെ കണ്ണുകളുടെ കട്ടുനോട്ടങ്ങളും ഹൃദയങ്ങളുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലാഹ് അറിയുന്നുണ്ട്. ഇപ്പൊ ഓർത്തു നോക്കുക, അള്ളാഹ്ക്ക് നമ്മുടെ വിഷമങ്ങളെല്ലാം അറിയാന്നിട്ടും നമ്മൾ അള്ളാഹുടെ നമ്മുടെ വിഷമം ഒന്ന് പറയാൻ തയ്യാറാകുന്നില്ല എങ്കിൽ, അള്ളാഹുടെ നമ്മുടെ ആവലാതികളെ ബോധിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ എന്തായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് ഓർത്തു നോക്കി. പിന്നെ നമുക്ക് എന്തെങ്കിലും നന്മകൾ ഹൈറുകൾ ഉണ്ടാവും. നമുക്ക് ആത്മാർത്ഥ കുറയത്തില്ല, നമുക്ക് പോലും ആത്മാർത്ഥ കുറയൂല അവനോടുള്ള. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് വെച്ച് നോക്കിയൊന്ന്. അതാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖിബില മാറ്റാനായിട്ട് ആവശ്യപ്പെട്ട ആകാശത്തിലേക്ക് നോക്കിയതേ ഉള്ളൂ. ആകാശത്തിലേക്ക് ഒന്ന് നോക്കി. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ. റസൂലെ, തങ്ങൾ എന്തിനാണ് ആകാശത്തിലേക്ക് നോക്കി എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോഴാ കിബില മാറ്റിക്കൊടുക്കുക. ഒന്നോർത്ത് കിബില മാറ്റിക്കൊടുക്കുക. ഒന്ന് ആകാശത്തിലേക്ക് ആവലാതിയോട് കൂടി നോക്കിയപ്പം സുബ്ഹാനല്ലാഹ്, ഒന്ന് ഓർത്ത് നോക്കി. എത്ര കരുണയുള്ളവനായ പടച്ചവൻ നമ്മളെ കാത്തിരിക്കുകയാണ്. നമ്മളെ ആവലാതി ബോധിപ്പിക്കുന്ന നമ്മുടെ ദുആക്കൾ കേൾക്കാൻ പടച്ചവൻ ഉറപ്പായിട്ടുള്ള നമുക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി തരും. അതുകൊണ്ട് നമ്മൾ അള്ളാഹിലേക്ക് തിരിയുക, അള്ളാഹിലേക്ക് നമ്മുടെ ആവലാതി ബോധിപ്പിക്കുക, വിഷമങ്ങൾ പറയുക, ദുആ ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങളിത് മാക്സിമം ഈ നന്മ പങ്കുവയ്ക്കുക. ഒരാളിലേക്കെങ്കിലും പങ്കുവയ്ക്കുക. അയാൾ പങ്കുവെച്ച് ധാരാളം ആളുകളിലേക്ക് എത്തിയാൽ അതിൻ്റെ എല്ലാം പ്രതിഫലം ആർക്ക് വരും? നമുക്ക് വരും ഇൻഷാ അല്ലാഹ്.